നീ എന്ന ഞാൻ എന്ന അക്ഷരങ്ങൾ തെരുവിലായുധമേന്തിയ നേരങ്ങളിൽ, നീ എന്ന ഞാൻ എന്ന അക്ഷരങ്ങൾ തെരുവിലായുധമേന്തിയ നേരങ്ങളിൽ, അരുതെന്ന അല്പാക്ഷരത്തിന്റെ ചിറകുള്ളിൽ വിറപൂണ്ട ചിത്രം വരച്ചതാരാ? അരുതെന്ന അല്പാക്ഷരത്തിന്റെ ചിറകുള്ളിൽ വിറപൂണ്ട ചിത്രം വരച്ചതാരാ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തെറിയൂരി കുഞ്ഞഹമ്മദും നൗഷാദ് വട്ടൂരിയും രണ്ട് ചേരിയായിരിക്കുകയാണ്. വെല്ലുവിളിക്കാൻ തെറിയൂരി കുഞ്ഞഹമ്മദ് ആരാ? ആ വെല്ലുവിളി മൈൻഡ് പോലും ചെയ്യേണ്ടതില്ല എന്നാണ് നൗഷാദ് വട്ടൂരി പറയുന്നത്. ഇവർ തമ്മിലുള്ള ചേരിതിരിവ് എനിക്കൊരത്ഭുതമായി തോന്നുന്നില്ല. കാരണം നൗഷാദിന് മറുപടി പറയാനാണ് തെറിയൂരി കുഞ്ഞഹമ്മദും സ്വമദ് ആനവാരിയുമുള്ളത്. അല്ലെങ്കിൽ ആനവാരി സ്വമദിനും തെറിയൂരി കുഞ്ഞഹമ്മദിനും മറുപടിയാണ് നൗഷാദ് പറയാറ്. അതുമല്ലെങ്കിൽ സ്വന്തം പ്രഭാഷണത്തിന് തന്നെ അവനവൻ തന്നെ മറുപടി പറയുന്നതായിട്ടാണ് നാം പലപ്പോഴും കണ്ടിട്ടുള്ളത്. അബുൽ അലമൈനി എന്ന വിഷയത്തെ ആസ്പദമാക്കി വാളക്കുളം ഉസ്താദിന് മറുപടി എന്ന പേരിൽ നൗഷാദ് വട്ടൂരി കാളമൂത്ര പ്രസംഗം നടത്തുകയല്ലാതെ സ്വന്തം അണികളായ വട്ടൂരികളെ ഒന്നുകൂടി വട്ടുപിടിപ്പിക്കാൻ വേണ്ടി കുറെ കളവുകൾ ഇങ്ങനെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ദജ്ജാലൂന കദ്ദാബൂന എന്ന ലിസ്റ്റിൽ പെട്ടു എന്നല്ലാതെ ഒരു ഗണനവും നടത്തിയിട്ടില്ല. വാളക്കുളം ഉസ്താദ് വളരെ വിശദമായി തന്നെ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ഉദ്ധരിച്ചുകൊണ്ട് അലമേനിക്ക് എൽമൈനി എന്നും പറയാം, എൽമൈനിക്ക് അലമേനി എന്നും പറയാം എന്ന് സവിസ്തരം പ്രതിപാദിക്കുകയുണ്ടായി. അതിനെ സംബന്ധിച്ച് നൗഷാദ് വട്ടൂരി മിണ്ടിയിട്ടില്ല. അവനാകെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കിതാബിലെവിടെ, ഈ കിതാബിലെവിടെ എന്നാണ്. പേജ് നമ്പർ അടക്കം പറഞ്ഞിട്ട് ആ പേജ് സ്ക്രീനിൽ കാണിക്കാൻ അവൻ തയ്യാറാകുന്നില്ല. കാണിച്ചാൽ വട്ടൂരികൾ തന്നെ അവനെ വലിച്ചെറിയുമെന്ന് അവന് നന്നായി ബോധ്യമുള്ളത് കൊണ്ട് അവൻ വെല്ലുവിളി തുടരുകയാണ്. അമ്മികൊത്തണോ എന്ന് പറയുന്നവരുടെ ശൈലിയായിട്ടല്ലാതെ മറ്റൊരു നിലയും വലയും കൊടുക്കേണ്ടതില്ല. നമുക്ക് വാളക്കുളം ഉസ്താദിന്റെ ആ ഗണനമൊന്ന് ആദ്യം കേട്ടു നോക്കാം. ഇനി പോകട്ടെ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മള് ഇന്നലെ വിശദീകരിച്ചു, ഇമാമുകളുടെ കിതാബ് എടുത്ത് വായിച്ചു വിശദീകരിച്ചു, റാഫി ഇമാമിന്റെ കിതാബ് വായിച്ചു, അതുപോലെ തന്നെ പിന്നെ ഖുലാസത്തുൽ ഇക്സീർ വായിച്ചു. ഇതിലൊക്കെ ഈ വിശദീകരണമാണുള്ളത്. ആ വിശദീകരണത്തിന്റെ തൊട്ടു മുമ്പുള്ള അവിടെയുള്ള സാഹചര്യം, ആ സാഹചര്യത്തിൽ നിന്നാണ് അബുൽ അലമൈനി വായിക്കണോ അബുൽ ഇൽമൈനി വായിക്കണോ എന്നത് എവിടെയുള്ളത്. ഫതഹ് കൊണ്ട് വായിക്കുന്നിടത്തും അങ്ങനെ തന്നെയാണ്, കസ്ർ കൊണ്ട് വായിക്കുന്നിടത്തും അങ്ങനെ തന്നെയാണ്. കാരണം റാഫി ഇമാം ഒരിക്കലും അബുൽ ഇൽമൈനി എന്ന് പറഞ്ഞിടത്ത് ഫതഹ് കൊണ്ട് വായിക്കണം എന്ന് പറഞ്ഞിട്ടില്ല, കസ്ർ കൊണ്ട് വായിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. രണ്ടും അതിന്റെ മുമ്പും പിമ്പുള്ള വിശദീകരണത്തിൽ നിന്നാണ് മനസ്സിലാകുന്നത്. അത് ബുദ്ധിയുള്ള ആർക്കും മനസ്സിലായി. ഇനി പോകട്ടെ, വലവു സുല്ലിമ അങ്ങനെ ഉണ്ടല്ലോ. ഇമാമുകളൊക്കെ വിശദീകരിച്ച ശേഷം ഈ എതിരാളി പറയുന്ന വാക്ക്, അദ്ദേഹം പറയുന്ന ആശയം തീർത്തും നിരർത്ഥകമാണ് എന്നത് കൂടുതൽ തെളിയിക്കാൻ വേണ്ടി ഒരു പ്രയോഗം നടത്താറുണ്ട് ഇമാമുകൾ. എന്ത്? ഞാൻ എന്റെ വിശദീകരണം കൃത്യമായി പറഞ്ഞു, അത് വളരെ പ്രസക്തമാണ് താനും, ആ പ്രസക്തമായ വിശദീകരണം നിനക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് അത് തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെക്കുന്നു. എന്നിട്ട് നീ പറയുന്നത് അംഗീകരിച്ചുകൊണ്ട് ഇനി ചർച്ച ചെയ്യാം, എന്നാൽ പോലും നിന്റെ വാചകം, നിന്റെ വാദം തകർന്നടിയുന്നു എന്നാണ് വലവു സുല്ലിമ എന്ന് പറഞ്ഞതിന്റെ അതിന്റെ അർത്ഥം. അതടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്, മൗലവി താങ്കൾ പറയുന്നത് അടിസ്ഥാനപ്പെടുത്തി അത് നമ്മൾ സമ്മതിച്ചുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ പോലും താങ്കളുടെ വാദം നിരർത്ഥകമാണെന്ന് തെളിയിക്കാൻ കഴിയും. എന്താണ്? അബുൽ അലമൈനി എന്ന് മാത്രമേ വായിക്കാൻ പറ്റൂ എന്ന് മൗലവി പറയാനുള്ള കാരണം എന്താണ്? ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫായി തങ്ങൾക്ക് രണ്ട് അലമുകൾ ഉണ്ടായിരുന്നു. അലമ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൊടി, അടയാളം എന്നൊക്കെയാണല്ലോ. ഈ അലമ് എന്ന മാനക്ക് ഇൽമി എന്ന പദം പ്രയോഗിക്കാറുണ്ടല്ലോ. ഇനി താങ്കൾ പറയുന്ന ആ അർത്ഥം തന്നെയാണെങ്കിൽ പോലും ആ അർത്ഥം വെച്ചുകൊണ്ട് തന്നെയും ഇൽമീനി വായിക്കാം എന്നാണ് ഇനി ഞാൻ തെളിയിക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ്? അലമ് എന്ന അർത്ഥത്തിൽ ഇൽമി എന്ന് പ്രയോഗിക്കാറുണ്ട്. അതെവിടെയാണുള്ളത്? അത് വിശുദ്ധ ഖുർആനിലുണ്ട്. വിശുദ്ധ ഖുർആനിൽ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരാമർശിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅന്നഹു ലഇൽമുൽ ലിസ്സാഅതി ഫലാ തംതറുന്ന ബിഹാ
വത്തബിഊൻ ഹാദാ സിറാത്തും മുസ്തഖീം വഅന്നഹു ലഇൽമുൻ ലിസ്സാഅ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൂചിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു വഅന്നഹു. ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ വിശദീകരണത്തിൽ കാണാം വഅന്നഹു ഐ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലഇൽമുൻ ലിസ്സാഅതി, നിശ്ചയമായും ലഇൽമുൻ, ഇൽമു തന്നെയാണ് അവിടുന്ന്, ലിസ്സാഅതി, ഖിയാമത്ത് നാളിന്റെ ഇൽമു തന്നെയാണ് എന്ന് പറഞ്ഞിടത്ത് ആ ഇൽമിന്റെ മാന എന്താണ്? അലമ് എന്നാണ് അവിടുത്തെ മാന. ഇമാം റാസി റളിയല്ലാഹു അൻഹു അതിന് അർത്ഥം കൊടുക്കുന്നു. ഇൽമി എന്ന് ഇൽമുൻ എന്ന് പറഞ്ഞാൽ ഐ ഷർത്തുൻ മിൻ അശ്റാത്തിഹാ തുഅലമു ബിഹി, അടയാളം. അലം എന്ന് പറഞ്ഞ ആ അലമ് കാരണമായി നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയും. അതാണല്ലോ അടയാളം എന്ന് പറയുന്നത്. അതെ, ആലം എന്ന് പറഞ്ഞാൽ അലമിൽ നിന്ന് വന്നതാണ്. ആലമിൽ നിന്ന് ശ്രദ്ധാവിനെ മനസ്സിലാക്കാൻ കഴിയും എന്നതുപോലെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരാമർശിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നു വഅന്നഹു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലഇൽമുൻ ഐ ഷർത്തുൻ മിൻ അശ്റാത്തിസ് സാഅതി, ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽപ്പെട്ട ഒന്നാണ്. അപ്പൊ പിന്നെ എന്തിനാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു അടയാളത്തിന് ഇൽമു എന്ന് പറയാൻ കാരണം എന്താണ്? ഫസുമ്മി ഷർതു അദ്ദാലു അല ശൈഇ ഇൽമൻ ലിഹുസൂലിൽ ഇൽമി ബിഹി, ഒരു കാര്യത്തെ അടയാളപ്പെടുത്തുന്ന അടയാളം, അത് മുഖേന ആ കാര്യത്തെ അറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇൽമിന് അലമ് എന്ന് അർത്ഥം കൊടുത്തു എന്നല്ല. വഖറ ഇബ്നു അബ്ബാസ് ലഅലമുൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിറാഅത്ത് ഇവിടെ എങ്ങനെയാണുള്ളത്? വഇന്നഹു ലഅലമുൽ ലിസാഅത്തി എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഓതിയത്. അപ്പൊ ഇൽമിന് അലമ് എന്ന അർത്ഥം ഇൽമിനുണ്ട്, വിശുദ്ധ ഖുർആൻ പറയുകയാണ്. മൗലവി താങ്കൾ പറയുന്ന അർത്ഥപ്രകാരം തന്നെ ബഹുമാനപ്പെട്ട ശൈഖ് റിഫായി തങ്ങൾ അവിടത്തേക്ക് കൊടിയുണ്ടായിരുന്നു, 2 പതാകയുണ്ടായതുകൊണ്ടാണ് അവിടത്തേക്ക് ആ പേര് വന്നത് എങ്കിൽ ആ അർത്ഥപ്രകാരവും അബുൽ ഇൽമൈനി എന്ന് വായിക്കുന്നതിന് എന്ത് തടസ്സാനുള്ളത്? ഒരു തടസ്സവുമില്ല. അപ്പൊ അങ്ങനെ ഒരു പേര് ഇല്ല, അങ്ങനെ പറയാൻ പാടില്ല എന്ന് മൗലവി പറഞ്ഞത് തീർത്തു അബദ്ധാണ്. നമ്മൾ പറയുന്നതിനെ ഗണ്ണിക്കുന്നു എന്ന് പറഞ്ഞ് കോഴിക്കോട് വെച്ച് നടത്തിയത് വെറും ശബ്ദങ്ങൾ മാത്രമാണ്, അതിന് യാതൊരു വാല്യവുമില്ല എന്ന് മൗലവിക്ക് നന്നായിട്ട് അറിയാം. കാരണം നമ്മൾ പറയുന്നതിന് അദ്ദേഹം ഗണ്ണിച്ചിട്ടേ ഇല്ല. നമ്മൾ പറയുന്ന പോയിന്റ് ഒരിക്കലും ഇല്ലാതെയാകുന്നില്ല. നമ്മൾ പറയുന്നത് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ അലമൈനി എന്ന്, അബുൽ അലമൈനി എന്ന് പേരുള്ളതോടൊപ്പം അബുൽ ഇൽമൈനി എന്ന അർത്ഥവുമുണ്ട്. ആ ആ രൂപത്തിലും അതിനെ വായിക്കാം, അതിന്റെ വിശദീകരണം നൽകുകയും ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞ ഇൽമിന്റെ ചർച്ചകൾ മാറ്റിവെച്ചാൽ പോലും മൗലവി പറയുന്ന അർത്ഥത്തിലാണെങ്കിൽ പോലും ആ അർത്ഥത്തിനും ഇൽമി എന്ന് വായിക്കാം. അബുൽ ഇൽമൈൻ എന്ന് പറഞ്ഞാൽ 2 പതാകയുടെ വാഹകൻ എന്ന അർത്ഥവും അതിന് കൊടുക്കാം എന്ന് നമ്മൾ പറയുകയാണ്. അപ്പൊ മൗലവി പറഞ്ഞ അർത്ഥപ്രകാരം തന്നെയും അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായ അബദ്ധമാണ്. അപ്പോ വളരെ ചുരുക്കി ഞാൻ പറയാം, ഞാനിപ്പോ വിശദീകരിച്ചല്ലോ, അലമി എന്ന അർത്ഥത്തിൽ തന്നെയും ഇൽമു എന്ന് പ്രയോഗിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ അബുൽ ഇൽമൈനി അല്ലെങ്കിൽ അബുൽ അലമൈനി, ഇവിടെ ഈ പദം പ്രയോഗിച്ചപ്പോ ഒരു ഇമാമും അവിടെ ബിൽ ഫതഹി എന്നോ ബിൽ കസ്രി എന്നോ പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു ഇമാമ് അവിടെ ഫതഹ് കൊണ്ടേ വായിക്കാൻ പറ്റൂ എന്നത് തെളിയിക്കാൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അത് തെളിയിച്ചിട്ടില്ല. അപ്പോ 2 സാധ്യതയുള്ള ഒരു പദത്തിൽ നിന്ന് ഒരു സാധ്യത തീരെ പറ്റില്ല എന്ന് പറയണമെങ്കിൽ അവിടെ ഒരു മുഖസ്സിസ് വേണം. ആ മുഖസ്സിസ് എന്താണ് എന്ന് നമ്മൾ ചോദിക്കുന്നു, പക്ഷെ അതിനൊന്നും മറുപടിയില്ല. അതിനൊന്നും മറുപടിയില്ലാതെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിയാൽ എന്തെങ്കിലും ആകും എന്ന് മൗലവി തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് അബദ്ധമാണ് എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഈ മറുപടി ഇത്ര മതി. കൃത്യമായിട്ട് നമ്മൾ പറയാനുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഒരു കൃത്യമായ ഒരു വിശകലനം ഒന്ന് സംക്ഷിപ്തം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. മൗലവിമാര് എത്രത്തോളം അബദ്ധത്തിലാണ് പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സംക്ഷിപ്തം ഞാൻ പറയുന്നത്. വളരെ വ്യക്തമായി സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന രൂപത്തിലാണ് അബുൽ ഇൽമൈനിയും അബുൽ അലമൈനിയും വിശദീകരിച്ചിട്ടുള്ളത്. അബുൽ ഇൽമൈനി എന്ന് പറയാൻ പാടില്ല എന്നാണ് നൗഷാദിന്റെ വാദം. അതിന് തെളിവായി ഇമാമിങ്ങളെ ഉദ്ധരണി കൊണ്ടുവരാൻ പറഞ്ഞു. ഇതുവരെ നൗഷാദ് കൊണ്ടുവന്നിട്ടില്ല, ഖിയാമത്ത് നാൾ വരെ കൊണ്ടുവരാൻ സാധിക്കുകയുമില്ല. അബുൽ അലമൈനി അങ്ങനെ ഒരു സ്ഥാനപ്പേര് മാത്രമേ റിഫായി ഷെയ്ഖിനുള്ളൂ എന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല. പച്ച നുണയാണ് നൗഷാദ് തട്ടിവിടുന്നത്. അതുകൊണ്ട് തന്നെ തെറിയൂരി കുഞ്ഞമ്മന്റെ
വെല്ലുവിളി കേട്ടപ്പോൾ, വെല്ലുവിളികൾക്ക് നൗഷാദ് കൊടുക്കുന്ന മറുപടി കേട്ടപ്പോൾ അത് നൗഷാദിനും ബാധകമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. നമുക്കതൊന്ന് കേട്ടു നോക്കാം. എന്തിനാ ഈ വേണ്ടാത്ത പണിക്ക് നിൽക്കുന്നത്? എന്തിനാ നിങ്ങൾ ഈ വേണ്ടാത്ത പണിക്ക് നിൽക്കുന്നത്? ഞങ്ങൾ ചോദിക്കുന്നു. ഈ കിതാബ് വെച്ച്, റാഫി ഇമാമിന്റെ ഈ ഗ്രന്ഥം വെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു തുറന്ന ചർച്ചക്ക് ഈ വാളക്കുളത്തെ ഔദ്യോഗികമായി മുഖാമുഖത്തിന് മറുപടി പറയാൻ, SYSന്റെ മുഖാമുഖത്തിൽ ഔദ്യോഗികമായി മറുപടി പറയാൻ നിയോഗിച്ച അലവി ഫക്കാഫി ഉൾപ്പെടെ ഇവരെ ചാവേറാക്കി വിട്ട പേരോട് ഫക്കാഫി ഉൾപ്പെടെയുള്ള മുസാവറാംഗങ്ങളോട് മാന്യമായ ഭാഷയിൽ ഞങ്ങൾ ചോദിക്കുന്നു. ഈ കിതാബ് വെച്ചുകൊണ്ട് സാവിയത്ത് സൂഫിയയുടെ ഇഖ്വാനികളുമായി, ഞങ്ങളെ ഉസ്താദുമാരുമായി ഒരു തുറന്ന ചർച്ചക്ക് തയ്യാറുള്ള ആൺകുട്ടികളുണ്ടോ? ഞങ്ങൾക്ക് മറുപടി കേൾക്കാൻ താല്പര്യമുണ്ട്. ഞാമിഞ്ഞ പറയല്ലടോ. ആൺകുട്ടികളാണെങ്കിൽ ഇറങ്ങൂ. എന്നിട്ട് നിങ്ങള് നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്തെടുത്ത 2 ഏടും കൊടുത്തിട്ട് കിതാബാന്നും പറഞ്ഞിട്ട് ആളുകളെ കബളിപ്പിക്കുക. നിങ്ങളെ കുറിച്ചല്ലേ മുത്ത് റസൂല് പറഞ്ഞത്? കബളിപ്പിക്കുന്ന വിഭാഗം. യഥാർത്ഥത്തിൽ ഈ വെല്ലുവിളി നമ്മുടെ മുമ്പിലെത്തിയാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? ഞാനും വരാ, ഞാനത് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയലാണോ? ഇത് സ്വീകരിക്കാൻ മാത്രം എന്താണ് ഇതിലുള്ളത്? എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയുക എന്നതാണോ ബുദ്ധി? ചില ചോദ്യങ്ങൾ തള്ളിക്കളയലാണ്. ആ ചോദ്യങ്ങളുടെ കോലം കണ്ടാൽ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകുക. മുസാവറാംഗങ്ങളോട് മാന്യമായ ഭാഷയിൽ ഞങ്ങൾ ചോദിക്കുന്നു. ഈ കിതാബ് വെച്ചുകൊണ്ട് സാവിയത്ത് സൂഫിയയുടെ ഇഖ്വാനികളുമായി, ഞങ്ങളെ ഉസ്താദുമാരുമായി ഒരു തുറന്ന ചർച്ചക്ക് തയ്യാറുള്ള ആൺകുട്ടികളുണ്ടോ? ആ ചോദ്യം അപ്രസക്തമാണ്. അത് വിശ്വാസികൾ ഒന്നിച്ച് അറബിക്കടലിലേക്ക് വലിച്ചെറിയേണ്ട ചോദ്യമാണത്. ആ ചോദ്യം അപ്രസക്തമാണ്, തള്ളിക്കളയുന്നു. അത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെവി കൊടുക്കേണ്ടതില്ല. കേട്ടല്ലോ സഹോദരങ്ങളെ, നൗഷാദിന്റെയും തെറിയൂർ കുഞ്ഞമ്മന്റെയും വെല്ലുവിളികൾക്ക് നൗഷാദി പറഞ്ഞ നിലപാടാണ് നാം സ്വീകരിക്കേണ്ടത്. അതാണ് യാഥാർത്ഥ്യം. പള്ളപ്രശ്നത്തിന് വേണ്ടി നൗഷാദിന്റെ കുടുംബത്തിലാണെങ്കിൽ വളരെ പാവപ്പെട്ട കുടുംബമാണ്. ഭാര്യയും മക്കളും അടക്കം 5 വയറ് കഴിയേണ്ടതുണ്ട്. അപ്പൊ അവരുടെയൊക്കെ പള്ളപ്രശ്നത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊപ്പിച്ച് ജനങ്ങളെ പറ്റിച്ച് പണമുണ്ടാക്കണമല്ലോ. അതവർ നടത്തിക്കൊള്ളട്ടെ. അതിനെന്തിനാണ് നാം ഇങ്ങനെ ചെവി കൊടുക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ തെറിയൂർ കുഞ്ഞഹമ്മദും ആനവാരി സമദും നൗഷാദ് വട്ടൂരിയും ഈ പള്ളപ്രശ്നമെന്ന പ്രതിസന്ധി അവർക്കില്ലായിരുന്നുവെങ്കിൽ അവർ ഒരുമിച്ച് നിൽക്കുമായിരുന്നില്ല. മാത്രവുമല്ല, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവർക്കിടയിൽ ഒരു പൊട്ടിത്തെറി നമുക്ക് കാണാവുന്നതാണ്. ആ പൊട്ടിത്തെറികളുടെ സൂചനകൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. 1-2 കാര്യങ്ങൾ കയ്യിൽ ലഭിച്ചിട്ടുണ്ട്. ബാക്കി കൂടി ലഭിച്ചാൽ പൂർണ്ണമായി ST മീഡിയ കുടുംബങ്ങൾക്ക് ഞാനത് കേൾപ്പിച്ചു തരും. അതോടുകൂടി അവർ പരസ്യമായി തന്നെ അവർക്കിടയിലുള്ള പൊട്ടിത്തെറികൾ തുറന്നു പറയുകയും ഈ 3 അടുപ്പും കല്ലുകൾ ഓരോ അടുപ്പും കല്ലുകളായി മാറി വീഴ്പ്പലക്കലുകൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് കേൾക്കാവുന്നതാണ്.